بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്ത് ഫാത്തിർ 28 മുതൽ 30 വരെയുള്ള ആയത്തുകളിലെ തജ്വീദ് നിയമങ്ങൾ പ്രധാനമായി നാം അറിയേണ്ട അഹ്കാമുകൾ സൂചിപ്പിക്കുകയാണ്. വമിനന്നാസി, ഇവിടെ അന്നാസി എന്ന നൂൻ മുഷദ്ദദ, ഷദ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. വമീന എന്ന നൂനിന് ഫത്ഹ് വന്നത് ഇൽത്തിഖാഉ സാക്കിനൈൻ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിൻ്റെ പരിഹാരമായിക്കൊണ്ടാണ്. വമിനന്നാസി വദ്ദവാബി, ഇവിടെ വദ്ദവ എല്ലാം ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്. തർക്കീഖോടുകൂടി ഉച്ചരിക്കണം. ദാല് വ്യക്തമായി ദാലായി തന്നെ പറയുക. അത് ദാലോ താവോ ഒന്നുമായി പോകണ്ട. വാവിൻ്റെ അലിഫ് 6 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. മദ് ലാസിം, മുസഖൽ, കലിമി എന്ന ദീർഘമാണ്. ശേഷം ഷദ്ദുള്ള അക്ഷരമാണ് എന്നതുകൊണ്ടാണ് മുസഖൽ എന്ന് പേര് പറയുന്നത്. പദത്തിലായതുകൊണ്ടാണ് കലിമി എന്നും പറയുന്നത്. അപ്പോൾ വദ്ദവാബി വകസീറും വദ്ദവാബി വൽ അൻആമി ഇതിലുള്ള സക്കിനായ നൂനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. മുഖ്തലിഫുൻ അൽവാനുഹു കദാലിക്, മുഖ്തലിഫുൻ ഇതിലെ തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. അൽവാനുഹു കദാലിക്, അൽവാനുഹു ഹഉ ളമീർ മദ് സില സുഗ്റ നൽകി 2 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകുക. കദാലിക് എന്ന് വഖഫ് ചെയ്യുമ്പോൾ ഹംസ്, ഷിദ്ദ തുടങ്ങിയ സിഫത്തുകൾ ശ്രദ്ധിച്ചുകൊണ്ട് വ്യക്തമായി കാഫ് ഉച്ചരിച്ച് കദാലിക് എന്ന് വഖഫ് ചെയ്യുക. ഇന്നമ നൂൻ മുഷദ്ദദ, ഷദ്ദ നൽകപ്പെട്ട നൂൻ മണിക്കുക. യഖ്ഷല്ലാഹ, യഖ്ഷല്ലാഹ, യഖ്ഷ ഇതിൽ ഖാഇനാണ് തഫ്ഖീം കൊടുക്കുന്നത്. അതുപോലെ അല്ലാഹ എന്ന ഇസ്മുൽ ജലാലയിലെ ലാമിനെയും തഫ്ഖീമാണ് ചെയ്യേണ്ടത്. ലാമിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തടിപ്പിച്ചുകൊണ്ട് തഫ്ഖീം നൽകി ഉച്ചരിക്കുക. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി, മിൻ സാക്കിനായ നൂൻ ഇൽഹാർ ഹൽഖിയാണ്. മിൻ ഇബാദിഹിൽ ഉലമാ, മിൻ ഇബാദിഹിൽ ഉലമാ. അവിടെ മദ് മുത്തസിൽ വാജിബിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. എന്നാൽ വഖഫിന് വേണ്ടി 6 ഹറക്കത്ത് വരെ ഇഷ്ബായ് ചെയ്ത് പൂർത്തിയാക്കാം. മിൻ ഇബാദിഹിൽ ഉലമാ ഇന്നല്ലാഹ, നൂൻ മുഷദ്ദദയെ മണിക്കണം. ഷദ്ദ നൽകപ്പെട്ട നൂനിനെ അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല തഫ്ഖീം ചെയ്ത് തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അസീസുൻ ഗഫൂർ, അസീസുൻ തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുക. ഗഫൂർ ഇതിൽ ഗായിനിന് തഫ്ഖീമാണ്, തടിപ്പിച്ചുകൊണ്ട് ഗായിൻ ഉച്ചരിക്കുക. പദത്തിൻ്റെ അന്ത്യത്തിൽ റായിലും തഫ്ഖീം കൊടുക്കുക. അപ്പോൾ അസീസുൻ ഗഫൂർ. ഇന്നല്ലദീന, വീണ്ടും നൂൻ മുഷദ്ദദ, ഷദ്ദ നൽകപ്പെട്ട നൂൻ 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിക്കണം. യത്ലൂന കിതാബല്ലാഹ്, യത്ലൂന, യത്ലൂന എന്ന് തായിനെ ശബ്ദം
കൽക്കല ചെയ്ത് ചലിപ്പിക്കരുത്. താ മഹ്മൂസാണ്, ഹംസ് നൽകേണ്ട അക്ഷരമാണ്. യത്ലൂന കിതാബല്ലാഹ്. കിതാബ എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. അള്ളാഹ് എന്ന ഇസ്മുൽ ജലാലയിലെ ലാമിനാണ് തഫ്ഖീമ് വരുന്നത്. അപ്പോൾ ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാത. വഅഖാമു ഖാഫിനും അലിഫിനും തഫ്ഖീമ് കൊടുക്കണം, തടിപ്പിച്ച് ഉച്ചരിക്കുക. അസ്സലാത സ്വാദിന് തഫ്ഖീമ് കൊടുക്കുക. വഅഖാമുസ്സലാത വഅൻഫഖൂ. സാക്കിന നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കണം, അവ്യക്തമാക്കി മണിച്ച് ഉച്ചരിക്കണം. മിമ്മാ റസഖ്നാഹും. മിമ്മ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക ശബ്ദുള്ള മീമിനെ. റസഖ്നാഹും. ഇതിൽ ഖാഫിന് തഫ്ഖീം വരുന്നുണ്ട്. എന്ന് മാത്രമല്ല സുക്കൂൻ ആയതുകൊണ്ട് ഖൽഖല സുഗ്റ നൽകണം. റാ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. അപ്പോൾ റസഖ്നാഹും. റസഖ്നാഹും സിർറാ. റസഖ്നാഹും സാക്കിന മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. സിർറൻ വഅലാനിയ. തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി വാവിന് മുമ്പിൽ വന്നതിനാൽ ലയിപ്പിച്ച് മണിക്കണം. വഅലാനിയതൻ യർജൂന. അവിടെയും തൻവീനിനെ യാഇന് മുമ്പിലാണ് വന്നത്, തൻവീൻ ഇദ്ഗാം ബിഗുന്ന ചെയ്യണം. വഅലാനിയതൻ യർജൂന തിജാറ. തഫ്ഖീം ചെയ്ത് റാ ഉച്ചരിക്കുക. തിജാറ ആ റാഇനെയും തഫ്ഖീം ചെയ്യുക. അപ്പോൾ തിജാറതൻ ലൻ തബൂർ. തിജാറതൻ തൻവീനിനെ ഇദ്ഗാം ബിഗൈരി ഗുന്ന നൽകി, അല്ലെങ്കിൽ ഇദ്ഗാം ബിലാ ഗുന്ന എന്നും പറയാം. ലാമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ലൻ തബൂർ സാക്കിനാനൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. ലൻ തബൂർ. റായിൽ തഫ്ഖീമാണ്, തടിപ്പിച്ചുകൊണ്ട് റായിനെ ഉച്ചരിച്ച് വഖഫ് ചെയ്യുക. ലിയുവഫിയഹും ഉജൂറഹും. ലിയുവഫിയഹും ഈ പദത്തിൻ്റെ അന്ത്യത്തിൽ വന്ന സാക്കിനത്ത മീമിന് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ഇതേ ഹുക്മ് തന്നെയാണ് ഉജൂറഹും വയസീദഹും. ഇവിടെ ഉജൂറഹും എന്നതിലെ മീമിന് ശേഷം വാവ് വന്നതുകൊണ്ട് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. രണ്ടും ഒരേ വിധി തന്നെ, മണിക്കാതെ വെളിവാക്കി ഉള്ളതുപോലെ വ്യക്തമാക്കി ഉച്ചരിക്കുക എന്നതാണ്. എന്നാൽ വാവ് ശേഷം വരുമ്പോൾ മീം കൂടുതൽ അവ്യക്തമാവാൻ സാധ്യതയുള്ളതുകൊണ്ട് സൂക്ഷ്മത വേണം. അപ്പോൾ ലിയുവഫിയഹും ഉജൂറഹും വയസീദഹും എന്ന് വ്യക്തമാക്കി ഓതുക. ഉജൂറഹും ഈ പദത്തിൽ റാ വന്നിട്ടുണ്ട്, അതിനെ തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. ലിയുവഫിയഹും ഉജൂറഹും വയസീദഹും വയസീദഹും മിൻ ഫദ്ലിഹി. ഇവിടെ വയസീദഹും എന്നതിലെ സാക്കിനത്തെ മീമിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈനി സഗീർ എന്നൊക്കെ അതിന് പേര് നൽകാം. ഒരേ അക്ഷരമായതുകൊണ്ടാണ് മിസ്ലൈനി എന്ന് പറയുന്നത്. സാക്കിനത്ത മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് ഒറ്റ ശദ്ദുള്ള മീമാക്കി മണിക്കണം എന്നർത്ഥം. വയസീദഹും മിൻ ഫദ്ലിഹി. ഇവിടെ സാക്കിനത്ത നൂനും ശേഷം ഫാവുമാണ്. ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ച് അവ്യക്തമാക്കി മണിക്കണം എന്നർത്ഥം. മിൻ ഫദ്ലിഹി. ഫദ്ലിഹി എന്ന് പറയുമ്പോൾ ദ്വാദ്
ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽ ഒന്നാണ്. അത് പ്രത്യേകം ഇസ്തിത്താല എന്ന സിഫത്ത് ഉള്ള അക്ഷരവുമാണ്. നാവിൻ്റെ സൈഡിൽ നിന്നാണ് ഇതിൻ്റെ ഉച്ചാരണം വരുന്നത്. നീളത്തിൽ, അണപ്പല്ലിനോട് ചേർത്ത് നീളത്തിലാണ് അതിൻ്റെ സൈഡിൽ മൊത്തം ഭാഗം ഉപയോഗിച്ചുകൊണ്ടാണ് ദ്വാദ് ഉച്ചരിക്കേണ്ടത് എന്നർത്ഥം. ഏതായിരുന്നാലും തടിപ്പിച്ച് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഫദ്ലി, ഫദ്ലി എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് വ്യക്തമാക്കി ഓതുക. ഫദ്ലിഹി ഇന്നഹു, അവിടെ ചേർത്ത് ഓതുമ്പോൾ ഹാ ദമീറിന് മദ്ദുസ്സിലത്തിൽ കുബ്ര എന്ന ദീർഘം നൽകേണ്ടതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. മദ് മുൻഫസിൽ ജായിസിൻ്റെ അതേ വിധി തന്നെയാണ് ഈ ദീർഘത്തിന് നൽകുക. ഹാ ദമീറിന് ശേഷം അടുത്ത പദത്തിൻ്റെ ആരംഭത്തിൽ ഹംസ വന്നതാണ് ഇതിനുള്ള കാരണം. എന്നാൽ വഖഫ് ചെയ്യുമ്പോൾ ആ ദീർഘമുണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, ഹാ ഇന് സുക്കൂനായിരിക്കും. മിൻ ഫദ്ലി ചേർത്തോതുമ്പോൾ മിൻ ഫദ്ലിഹി ഇന്നഹു ഗഫൂർ. ഇന്നഹു നൂൻ മുഷദ്ദദയെ മണിക്കുക, ഷദ്ദുള്ള നൂനിന് ഉന്നത്ത് കൊടുക്കുക. ഇന്നഹു എന്നതിലെ ഹാ ദമീറിന് മദ്ദുസ്സിലത്തിൽ സുഗ്റ നൽകി 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള തബീഇയ ദീർഘം മാത്രം നൽകുക. ഇന്നഹു ഗഫൂറുൻ ശകൂർ. ഗഫൂർ എന്ന് പറയുമ്പോൾ ഗൈൻ ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. തഫ്ഖീം ചെയ്ത് തടിപ്പിക്കണം. അന്ത്യത്തിൽ വരുന്ന റാ, ഗഫൂറുൻ, ഈ പദത്തിൻ്റെ അവസാനത്തിലുള്ള റാ, ആ റായിനെയും തടിപ്പിച്ചുച്ചരിക്കണം. റായിൻ്റെ തൻവീൻ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. ഗഫൂറുൻ ശകൂർ എന്ന് അവ്യക്തമാക്കിക്കൊണ്ട് തൻവീനിനെ മണിച്ചുകൊണ്ട് ചരിക്കുക. ഷകൂർ എന്ന് പറയുമ്പോൾ അന്ത്യത്തിൽ വരുന്ന റാ തഫ്ഖീം ചെയ്യേണ്ടത് തന്നെയാണ്. സുക്കൂനാണ് വഖഫിന് വേണ്ടി. ഷകൂർ എന്ന് തടിപ്പിച്ചുകൊണ്ട് തഫ്ഖീമോടുകൂടി ഉച്ചരിക്കുക. بالله من الشيطان الرجيم. ومن الناس والدواب والأنعام مختلف ألوانه كذلك إنما يخشى الله من عباده العلماء إن الله عزيز غفور. إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور.